എന്തൊരു ചോർച്ചില്ല. അയ്യോ, ചൂടുവെള്ളം ഒരു ദേഹത്ത് ഒഴിച്ചിട്ട് ചൊറിച്ചിലങ്ങോട്ട് മാറുന്നില്ലല്ലോ അമ്മേ. എനിക്കും അങ്ങനെ തന്നെയാടാ. ഇച്ചിരി ചൊറിഞ്ഞാലും കുഴപ്പമില്ല. അവിടത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ടങ്ങ് നടന്നാ മതിയായിരുന്നു. നീ അവനെ വിളിച്ചില്ലേടാ? ആ വിളിച്ചു, പക്ഷെ എടുക്കുന്നില്ല. ആ ചിലപ്പോ കാര്യം നടന്നതുകൊണ്ടേ ഫോൺ എടുക്കണ്ടെന്ന് കരുതി കാണും. എന്തായാലും അവര് വിളിക്കാതിരിക്കല്ല, ബാക്കി കാശ് വാങ്ങിക്കാനായിട്ട്. ഇടയ്ക്ക് എവിടുന്ന് ഒരു കൊച്ചിന്റെ കരച്ചിൽ കേട്ടായിരുന്നോ അമ്മേ? നീ കേട്ടായിരുന്നോ? ഞാനും കേട്ടായിരുന്നടാ. അങ്ങനെയാണെങ്കിലേ ആ കൊച്ചു പോയി കേട്ടോ. അതെങ്ങനെ? എടാ, നമ്മള് കേട്ട ആ കരച്ചിലുണ്ടല്ലോ, അത് ആ കൊച്ചിന്റെ ആത്മാവിന്റെയാ. ഓ, അത് ചിലപ്പോ ശരിയായിരിക്കും. ആ എത്രയായി? 150. എടാ, അവള് വരുന്നുണ്ട്. ഈ സമയത്ത് അവളിപ്പോ ഇങ്ങോട്ട് വരേണ്ടതല്ലോ. ആ അല്ല, ഇതെന്താ രണ്ടാൾക്കും പറ്റിയത്? എന്ത് പറ്റാനാ? നീ ചൊറിയാൻ വേണ്ടി ഞങ്ങളുടെ മുറിക്കകത്ത് പൊടി വിതറിയിട്ടല്ലേടി പോയത്? അതിന്റെ ചൊറിച്ചിലായത്. ചൊറിഞ്ഞു ചൊറിഞ്ഞു മനുഷ്യൻ ചത്ത്. അതെ അതെ. എന്നിട്ട് എന്തായി അവിടുത്തെ ചടങ്ങുകളൊക്കെ? എന്തായി? അത് ഗംഭീരമായിട്ട് നടന്നു. കണ്ണൻ കുഞ്ഞിന് നൂല് കെട്ടി. അതൊന്നും അല്ല ഭാഗ്യെന്ന് പറയുന്നത്. നൂലുകെട്ട് നടന്ന സമയത്ത് തന്നെ ഒരു സ്വാമി അവിടെ വന്നു. നല്ല തേജസ്സുള്ള ഒരു സ്വാമി. എന്നിട്ട് ആ സ്വാമി മോളെ മടിയിലിരുത്തി അനുഗ്രഹിക്കുകയും നല്ല ഉയർച്ചയുള്ള കുഞ്ഞാണെന്ന് പറയുകയൊക്കെ ചെയ്തു. എടി, അതുവല്ല കള്ളസ്വാമിയായിരിക്കും. പിള്ളേരെ പിടുത്തക്കാരായിരിക്കും. അതെ അതെ, അതുപോലുള്ള കുറെ കള്ള സ്വാമിമാർ ഇറങ്ങിയിട്ടുണ്ട്. ഭസ്മം കൊടുത്ത് പിള്ളേരെ മയക്കുന്ന സ്വാമിമാര്. ആ അത് പറഞ്ഞപ്പോഴാ ആ സിദ്ധനായ സ്വാമി അന്തരീക്ഷത്തിന്ന് ഭസ്മം എടുത്തത്. എന്നിട്ടത് കുഞ്ഞിന്റെ നെറ്റിയിലൊക്കെ തൊട്ടിട്ടാ പോയത്. സത്യം പറയാലോ, ദൈവം തന്നെയാ സ്വാമിയെ ആ സമയത്ത് അങ്ങോട്ട് അയച്ചത്. അവൻ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു, പക്ഷെ കുഞ്ഞിനൊന്നും സംഭവിച്ചില്ലല്ലോടാ. അതാ ഞാനും ആലോചിക്കുന്നേ. സാരമില്ലമ്മേ, അവൻ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. എടാ, കുറച്ച് കഴിയുമ്പോഴെന്ന് പറഞ്ഞാൽ അതിന്റെ 5-10 മിനിറ്റ് കഴിയുമ്പോ കാര്യങ്ങൾ നടക്കുമെന്നല്ലേ അവൻ പറഞ്ഞത്. എന്നിട്ടിപ്പോ സമയം എത്രയാടാ? ഒരുത്തി ചടങ്ങിൽ പങ്കെടുത്ത് സദ്യയും കഴിച്ചിട്ടാ വന്നിരിക്കുന്നത്. എന്നിട്ട് കുഞ്ഞിനൊന്നും പറ്റിയിട്ടില്ല. എടാ, അവൻ ശരിക്കും കുഞ്ഞിന് ഭസ്മം കൊടുത്ത് കൊല്ലാനായിട്ടാണോ പോയത്, അതോ അനുഗ്രഹിക്കാനാണോ പോയത്? എന്തായാലും ഭസ്മം കുഞ്ഞിന്റെ നെറ്റിയിൽ തൊട്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലേ? അതിന്റെ ഫലം ഇത്തിരി വൈകിട്ടാണെങ്കിലും നമ്മൾ കാണാതിരിക്കില്ല. ചൊറിഞ്ഞു ചൊറിഞ്ഞു മനുഷ്യനൊരു പരുവായി. ഈ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്ത കേട്ടിരുന്നെങ്കിൽ ഒരു സന്തോഷമായേനെ, കുറച്ച് സമാധാനമായേനെ. കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കുമ്പോ അവിടെ കിടന്ന് കരയേണ്ടവളാ ചിരിച്ച മുഖമായിട്ട് ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. എന്തായാലും നിന്നെ കൊണ്ട് കുറച്ച് ഗുണ്ടകൾ ജീവിക്കുന്നുണ്ട് ഇപ്പൊ. അവന്മാർക്ക് പൈസ കിട്ടുന്നതല്ലാതെ യാതൊരു ഗുണവും ഇല്ല. ഇത് പക്ഷെ അങ്ങനെയല്ലമ്മേ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. നടന്നാ കൊള്ളാം. എന്റെ ദൈവമേ, ജീവിതത്തിൽ ഇന്നു വരെ എന്റെ കൈയും കാലും ഇങ്ങനെയൊന്നും ചൊറിഞ്ഞിട്ടില്ലേ.